എടപ്പാൾ പീഡനത്തിൽ തിയേറ്റർ ഉടമയുടെ അറസ്റ്റ് ഗൗരവമായ ആലോചനയില്ലാതെയാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ റേഞ്ച് ഐ ജി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. അറസ്റ്റിനെക്കുറിച്ച് തന്നെ കീഴുദ്യോഗസ്ഥർ അറിയിച്ചിരുന്നില്ലെന്നാണ് ഐജിയുടെ നിലപാട്. അറസ്റ്റിന്റെ സാഹചര്യവും ഗൗരവവും ഡിവൈഎസ്പി അറിയിച്ചില്ലെന്നാണ് മലപ്പുറം എസ് പി പ്രതീഷ് കുമാർ ഐജിക്ക് നൽകിയ വിശദീകരണം. എന്നാൽ എസ് പിയെ വിഷയം അറിയിച്ചിരുന്നെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷാജു വർഗീസ് ഐജിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. ഡിവൈഎസ്പി അറസ്റ്റിനെ ന്യായീകരിച്ചു. ദൃശ്യങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ തിയേറ്റർ ഉടമ സതീശൻ പോലീസിന് കൈമാറിയില്ല. 4 പേർ വിവരമറിഞ്ഞ ശേഷമാണ് ദൃശ്യങ്ങൾ ചൈൽഡ് ലൈന് കൈമാറിയതെന്നുമാണ് ഡിവൈഎസ്പിയുടെ ന്യായീകരണം. അറസ്റ്റിന്റെ പശ്ചാത്തലമടക്കം വിശദീകരിച്ചാണ് ഐജി ഡിജിപിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതേസമയം പോക്സോ നിയമത്തിലെ 19D, 21 സെക്ഷനുകൾ അനുസരിച്ച് സാധാരണഗതിയിൽ കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമേ കേസ് രജിസ്റ്റർ ചെയ്യാനാകൂ. കോടതിയുടെ വാറന്റ് ഉണ്ടെങ്കിലേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇതോടെ പോലീസ് പൂർണ്ണമായും പ്രതിരോധത്തിലായി. 155(2) പ്രകാരം ഒരു പോലീസ് ഓഫീസർ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടുകൂടി മാത്രമേ അറസ്റ്റ് പാടുള്ളൂ. തിയേറ്റർ ഉടമയുടെ അറസ്റ്റിൽ സേനയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും DGP ഉൾപ്പെടെയുള്ളവരെ അതൃപ്തി അറിയിച്ചു. പോലീസിനെ സഹായിക്കാനുള്ള ജനങ്ങളുടെ സന്നദ്ധതയെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് നടപടിയെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.